ഇന്ന് നമ്മൾക്ക് മാക്രോണി വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, സവാള, ഒരു കപ്പ് മാക്രോണിയും എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ടുണ്ട്. നമ്മൾ ആദ്യം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മാക്രോണി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ളത്. പിന്നെ മാക്രോണി അതിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് ഒന്ന് വേകണം. അപ്പോൾ അതൊന്ന് 5 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. നമുക്കറിയാതെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അങ്ങനെ വെന്ത പോലെ ഉണ്ട്. തൊട്ട് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ അതിന് വെള്ളത്തിൽ നിന്ന് അത് കോരിയെടുത്തിട്ട് തണുത്ത വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ മാക്രോണിനെ തണുത്ത വെള്ളത്തേക്ക് ഫുള്ളായിട്ട് നിന്നും ചൂടുവെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ട് അതിലിട്ടൊന്ന് നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കത് വെള്ളം വാരാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബട്ടർ, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എടുക്കാം, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിലൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായ ശേഷം നമുക്കതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച സവാള, ഒരു ചെറിയ സവാളയാണ്, അത് ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിൻ്റെ ആ ഒരു പച്ച ഇത് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ബീൻസ്, അതായത് ഏകദേശം ഒരു 10 ബീൻസോളം, അതിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം, അതിലും വെച്ച് കൂട്ടിയിടാം. ഞാനിപ്പോൾ അതിൽ എത്ര എടുത്തിട്ടുള്ളൂ, നമ്മുടെ ഇഷ്ടാനുസരണം അത് വേണമെങ്കിൽ കൂട്ടാം. വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ക്യാബേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്, ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ മറ്റേ മാക്രോണി വേവിക്കാനായിട്ട് വെച്ചപ്പോൾ കുറച്ച് അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വെജിറ്റബിൾസിനുള്ള ഉപ്പ് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു വിധം ഒന്ന് നന്നായിട്ട് വഴണ്ട ശേഷം നമുക്കത് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത പോലെ ചെയ്തിരിക്കും. നമ്മളത് ചെറിയ ഇതായിട്ട് കൊത്തിയരിഞ്ഞാലും മതി. ഞാനത് ഇത്തിരി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ക്യാരറ്റിനെ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് അത്ര പെട്ടെന്ന് അത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ്. പൊടിയായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, വൈറ്റ് സോസ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, പാലൊക്കെ ഒഴിച്ചിട്ട്. ഞാനിപ്പോൾ അതിൽ പാലങ്ങനെ ഒഴിക്കണില്ല. ഈ വെജിറ്റബിൾസ് ഇത് മാത്രം വെച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ചേർത്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടെ ചേർത്തിട്ട് അത് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾ വേവിച്ചിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള മാക്രോണി ഇതിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടെ കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മളത് ക്യാരറ്റ് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് വെജിറ്റബിൾസിൻ്റെ അതിൽ അത്ര നമുക്ക് എടുത്ത് കാണിക്കാത്തത്. വേണമെങ്കിൽ ഇനി കട്ട് ചെയ്തിട്ടതാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് കുറച്ചും കൂടെ ചേർത്ത് അതൊന്നും കൂടെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായ ശേഷം ഒരു 2 ടീസ്പൂൺ, അതിന് കുറച്ച് അതിൽ വളരെ കുറവേ ചേർത്തുള്ളൂ ടൊമാറ്റോ സോസ്. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ആകാം. ഞാനിപ്പോൾ അതിൽ അത്ര ഇട്ടിട്ടില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ അതും കൂടെ ചേർപ്പൊരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ ബട്ടറിൻ്റെ. അപ്പോൾ നമ്മളുടെ മാക്രോണി വെജിറ്റബിളുള്ള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.